ഞാനൊരു പെണ്ണായതുകൊണ്ട് ഒരുപാട് പേരോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ജിമ്മിൽ വരുന്നത്, വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ. എൻ്റെ ഹെൽത്ത് നോക്കാനും അതിനേക്കാൾ ഉപരിയായിട്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എൻ്റെ ഭർത്താവിനെ എടുത്ത് നടക്കേണ്ടി വന്നാൽ അതിനും എനിക്ക് സാധിക്കണം. അതിനായിട്ടാണ് ഞാൻ ജിമ്മിൽ വരുന്നത്. നമ്മുടെ കൂടെ ഒരാൾ കൂടി ഉണ്ടെന്നുള്ള ആ ഒരു കൺസിഡറേഷൻ, ആ ഒരു ചിന്തയും നമുക്ക് എപ്പോഴും ഇങ്ങനെ മനസ്സിലുണ്ടാവും. അവർക്ക് എന്തെങ്കിലും വേണം, അവർക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ, അവരുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ കുടുംബത്തോടൊപ്പം തന്നെ നമ്മുടെ ഉപ്പ ഉമ്മ നമ്മുടെ സഹോദരങ്ങളെ പോലെ തന്നെ നമ്മുടെ കൂടെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന വേറെ ആളുകൾ കൂടി നമുക്കുണ്ടെന്നുള്ള ധൈര്യം. അപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും പരിചിതമായ ഒരു മുഖം തന്നെയാണ് നമ്മുടെ ഷിഹാബിൻ്റെത്. സോഷ്യൽ മീഡിയയിൽ മില്യൺസ് കണക്കിന് വ്യൂവേഴ്സും അതുപോലെ തന്നെ ഫോളോവേഴ്സുമുള്ള ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറാണ് നമ്മുടെ CP ഷിഹാബ്. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം എല്ലാവർക്കും, മലയാളികൾക്ക് പ്രത്യേകിച്ച് വളരെ ഉത്തേജനം തരുന്ന ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹമൊക്കെ സോഷ്യൽ മീഡിയ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്കൊക്കെ ഒരുപാട് അഭിമാനം തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിലൊക്കെ ചെറിയ ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ പ്രശ്നങ്ങളോ ഒക്കെ വരുമ്പോൾ മാനസികമായിട്ട് വളരെ തളർന്നു പോകുന്ന മനുഷ്യന്മാരാണ് നമ്മളെല്ലാവരും. എന്നാൽ തൻ്റെ ശാരീരികമായ വൈകല്യങ്ങളെ എല്ലാം തൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് എങ്ങനെ നേരിടാമെന്ന് മലയാളികൾക്കും അതുപോലെ തന്നെ അത്തരം ശാരീരിക വൈകല്യങ്ങളുള്ള ആൾക്കാർക്കും കാണിച്ചു കൊടുത്തുകൊണ്ട് വലിയ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച ഒരു മനുഷ്യനായിരുന്നു നമ്മുടെ CP ഷിഹാബ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നറിയുമ്പോൾ വളരെ വിഷമത്തോടു കൂടിയാണ് ഞാനും ഈ വീഡിയോ ചെയ്യുന്നത്. തുടക്കത്തിൽ തന്നെ നിങ്ങൾ കണ്ടു കാണും, ജിമ്മിൽ നമ്മുടെ സന എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വൈഫ് പോകുന്ന സമയത്ത് അവർ പറഞ്ഞ വാക്കുകളാണ്. അതും വലിയൊരു ഉത്തേജനം തന്നെയായിരുന്നു. ഞാൻ ജിമ്മിൽ പോകുന്നത് എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും ഒരു കുഴപ്പം സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ എടുത്തു കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ നമ്മുടെ സന ഒരുപാട് പേരുടെ കയ്യടി നേടിയിരുന്നു ആ സമയത്ത്. എന്നാൽ എല്ലാവരുടെ ജീവിതത്തിലും ചില വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അത്തരം ഒരു വിഷമഘട്ടത്തിലൂടെയാണ് നമ്മുടെ ഷിഹാബ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അതിനെയും നേരിടാനുള്ള എല്ലാവിധ മനസ്സും പടച്ച തമ്പുരാൻ അദ്ദേഹത്തിന് കൊടുക്കട്ടെ. എന്താണ് നമ്മുടെ ഷിഹാബിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചത് എന്ന് ഷിഹാബ് തന്നെ പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. ഞാനും വൈഫുള്ള ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷം നഷ്ടപ്പെട്ടാൽ ആ നിമിഷം ഞങ്ങൾ രണ്ടുപേരും നമ്മുടേതായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് മാറണം എന്നുള്ളത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. മോള് ഏറ്റവും ഹാപ്പി ആയിട്ട് എൻ്റെ കൂടെയുണ്ട്. വൈഫും മോളെ വിളിക്കുന്നു, സംസാരിക്കുന്നു. അവൾ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവളും എൻഗേജ്ഡ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കുറേ കാലമായിട്ട് നമ്മൾ ഒരുമിച്ചുള്ള ഫ്രെയിമുകളൊന്നും നിങ്ങൾ കാണാത്തത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പോൾ ലീഗലി ഡിവോഴ്സ്ഡ് ഒന്നുമല്ല. അവിടെയുണ്ട്, മോളെൻ്റെ കൂടെയുണ്ട്. തീർച്ചയായും ഇക്കാനെ നല്ല തീരുമാനങ്ങളൊക്കെ നല്ല സന്തോഷത്തിലേക്ക് എത്തിക്കട്ടെ. ഞാനും പ്രേക്ഷകരും തീർച്ചയായും പ്രാർത്ഥിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ഒരുപാട് വില അർഹിക്കുന്ന വാക്കുകളാണ്. അദ്ദേഹം പറയുകയാണ്, ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളുള്ള എപ്പോഴാണോ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നത് ആ സമയത്ത് നമുക്ക് രണ്ടു പേർക്കും അവരവരുടെ ജീവിതത്തിലേക്ക് മടങ്ങാമെന്ന ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഈ ഷിഹാബ് എന്ന് പറയുന്ന വ്യക്തി ആദ്യം കല്യാണം കഴിച്ചത്. അതായിരുന്നു അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു തീരുമാനം എന്ന് പറയുന്നത്. ആ ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ജീവിതത്തിൽ അത്തരമൊരു സന്ദർഭമാണ് ഇപ്പോൾ. കാരണം 2 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് അദ്ദേഹം ഫാമിലി ബ്ലോഗുകളും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ ജീവിതത്തിലുണ്ടായ സന്തോഷ നിമിഷങ്ങൾക്ക് ഒരു പ്രശ്നം വന്നതുകൊണ്ട് രണ്ടാളുടെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. എന്നാൽ ലീഗലായിട്ട് അദ്ദേഹം ഇപ്പോൾ വിവാഹമോചനം നടത്തിയിട്ടില്ല എങ്കിലും അദ്ദേഹം വേർപിരിഞ്ഞ് തന്നെയാണ് താമസിക്കുന്നത്. തീർച്ചയായിട്ടും മോളായ നമ്മുടെ ആമി, അത് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത മുഖമാണ് നമ്മുടെ ആമിയുടെ ഒരുപാട് ക്യൂട്ട്നെസ് വിതറുന്ന ഒരുപാട് വീഡിയോസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആമിയും സനയും ഷിഹാബും തമ്മിലുള്ള ഫാമിലി ബ്ലോഗ് കാണുന്ന എല്ലാവർക്കും അത്രയ്ക്ക് ഇഷ്ടമായിരിക്കും. കുട്ടി ഇപ്പോഴും നമ്മുടെ ഷിഹാബിൻ്റെ കൂടെ തന്നെയാണ് ഉള്ളത്. ജീവിതത്തിൽ ഒരുപാട് നല്ല തീരുമാനങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളുടെ പുറത്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് പോസിറ്റീവ്നെസ് മാത്രമാണ്. അദ്ദേഹം ജീവിതത്തിനെ ഒരിക്കലും നെഗറ്റീവായിട്ട് സമീപിച്ചിട്ടില്ല. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വിജയം എന്നുള്ളത്. അദ്ദേഹം ഇപ്പോഴും ആ പിരിഞ്ഞ് താമസിക്കുന്ന സനയോട് പോലും ഒരു വെറുപ്പോ അല്ലെങ്കിൽ ഒരു വൈരാഗ്യമോ ഒന്നും തന്നെ അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിൻ്റെ കുറവുകളെ തീർച്ചയായിട്ടും അദ്ദേഹം 100% മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വമാണ്. പിന്നെ ഈ കുട്ടി സന എന്ന് പറയുന്ന കുട്ടി ഇദ്ദേഹത്തിൻ്റെ എല്ലാ കുറവുകളും കണ്ടറിഞ്ഞും മനസ്സിലാക്കിയും തന്നെ ജീവിതത്തിലേക്ക് വന്നതാണ്. പക്ഷേ എന്തോ ചില അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില നമ്മുടെ കമ്മ്യൂണിക്കേഷൻസിൽ വരുന്ന ചില പ്രശ്നങ്ങളാണ്. അത്തരം മനസ്സിലാക്കായ്മകൾ കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂ കൊണ്ടോ ആയിരിക്കാം
അവർ ഇപ്പോൾ വേർപിരിഞ്ഞ് തന്നെയാണ് താമസിക്കുന്നത്. ആ വാർത്ത ഇപ്പോൾ അദ്ദേഹം തന്നെ ശരിവെക്കുകയും ചെയ്യുകയാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ പറയാനുണ്ട്, നമ്മൾ ചെയ്യുന്ന വീഡിയോ ഇപ്പോൾ നമ്മോട് പറയാറുണ്ട്, എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്ന രീതിയിൽ നമ്മൾ ചോദിക്കാറുണ്ട്. പക്ഷേ അത്തരക്കാരോട് പോലും നമ്മുടെ ഷിഹാബിൻ്റെ സമീപനം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തീർച്ചയായിട്ടും അത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു പാഠമാണ്. നമുക്കതൊന്ന് കേൾക്കാം. എല്ലാ പ്രാവശ്യവും ഫാമിലീൻ്റെ കൂടെ നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്ന കാണാറുണ്ട്. ഇപ്പൊ കുറെ ആയിട്ട് ഫാമിലീൻ്റെ കൂടെ നമ്മൾ വീഡിയോസും ഫോട്ടോസും ഒന്നും കാണാറില്ല. അപ്പം അതെന്താന്നുള്ളതൊന്ന്. ഇല്ല, സ്വാഭാവികമാണ്. ഞാൻ ഇത്തരം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെ താഴെയും സ്ഥിരമായിട്ട് ആളുകൾ ചോദിക്കുന്ന കാര്യമാണ്. പ്രേക്ഷകരൊക്കെ കണ്ടുവന്നത് ഫാമിലീൻ്റെ വീഡിയോസ് ആയിരുന്നു കൂടുതലും ഇട്ടോണ്ടിരുന്നത്. അപ്പൊ അവിടെ നിന്ന് ഒരു ഗ്യാപ്പ് വന്നപ്പം ഞങ്ങൾ എല്ലാരും നോട്ട് ചെയ്തൊരു കാര്യമാണ് ഫാമിലി അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ മോള് എവിടെയെന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ് ഓഫ് ദ വീഡിയോയിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. കാരണം ചിലർ പറയും അവരുടെ പേഴ്സണൽ ലൈഫ് അല്ലേ നിങ്ങൾ എന്തിനാണ് ചോദിക്കുന്നതെന്നൊക്കെ ആളുകൾ പറയും. പക്ഷെ അങ്ങനെയല്ല, നമ്മളെല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കൊണ്ട് നമ്മുടെ ലൈഫിൽ പിന്നെ എന്തുകൊണ്ട് നമ്മൾ കാണുന്നില്ല എന്നുള്ളത് ചോദിക്കാനുള്ള അവകാശം അവർക്കുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഏകദേശം 1-2 വർഷമായി നമ്മൾ ഫാമിലി ആയിട്ട് വ്ളോഗൊക്കെ ചെയ്തിട്ട് ഓരോ തിരക്കുകളായിരുന്നു, ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ലൈഫ് അങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ ഒരു അൺപ്രഡിക്റ്റബിൾ ആവുന്നതാണല്ലോ ലൈഫിന് ഇത്ര ബ്യൂട്ടിഫുൾ ആക്കുന്നത്. അങ്ങനെ തോന്നാറില്ലേ? അങ്ങനെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അവർ സമൂഹവുമായിട്ട് അല്ലെങ്കിൽ അവരുടെ വ്യൂവേഴ്സുമായിട്ട് പങ്കുവെക്കാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചോദിക്കാനും അറിയാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും പ്രേക്ഷകർക്കും കമൻ്റ് എഴുതി അയക്കുന്ന എല്ലാവർക്കും ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതൊരിക്കലും ഒരു തെറ്റായിട്ട് അദ്ദേഹം കാണുന്നില്ല, അത് ശരി തന്നെയാണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് ജീവിതത്തിനെ ബ്യൂട്ടി ആക്കുന്നത് എന്നാണ് ഷിഹാബ് പറയുന്നത്. എത്ര വലിയ മനോഹരമായ വാക്കുകളാണ് അദ്ദേഹം പറയുന്നത് എന്ന് നോക്കണം. അത്രയ്ക്കും ശാരീരികമായിട്ടുള്ള അവശതകളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും എല്ലാം സ്വന്തമായിട്ടൊന്നും നടക്കാൻ പോലും കഴിയാത്തൊരു മനുഷ്യനാണ് നമ്മുടെ ഷിഹാബ് എന്ന് പറയുന്നത്. അത്തരം ഒരു മനുഷ്യൻ നിങ്ങൾ നോക്കണം, ആ ജീവിതത്തിൻ്റെ 2 തലയും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം കഷ്ടപ്പാടുകൾ ആ മനുഷ്യൻ സഹിക്കുന്നുണ്ട് എന്നുള്ളത് പടച്ച തമ്പുരാനെ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒന്നാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കാലിനോ കൈക്കോ ചെറിയ എന്തെങ്കിലും ഒരു മുറിവ് പോലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളൊരു പണിക്ക് പോവുക പോലും ചെയ്യാതെ ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരാണ് നമ്മുടെ കൂട്ടത്തിൽ. ഏകദേശം 90% ആൾക്കാരും അങ്ങനെയാണ്. ചെറിയൊരു പനി വന്നാൽ പോലും നമുക്ക് അന്ന് ഒരു വർക്കിന് പോകാൻ വേണ്ടി നമുക്ക് തോന്നില്ല. നമുക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ നമ്മളങ്ങനെ ഒരു മൂഡ് ഓഫിലായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇദ്ദേഹത്തിനെയൊക്കെ നിങ്ങൾ നോക്കണം. ഇദ്ദേഹമൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ എത്രമാത്രം കഷ്ടപ്പാടുകളാണ് പടച്ചിറപ്പ് അദ്ദേഹം സഹിക്കുന്നത് എന്ന് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. അത്തരത്തിലുള്ളൊരു മനുഷ്യൻ നമ്മളോട് പെടുകയാണ്. ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് പോലും നമ്മുടെ ജീവിതത്തെ ബ്യൂട്ടി ആക്കുന്നത്. അത് പറയണമെങ്കിൽ അത്രയ്ക്കും വലിയൊരു മനുഷ്യന് മാത്രമേ നമ്മളോട് അങ്ങനെയൊക്കെ സംസാരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് അദ്ദേഹം പറയുന്ന വാക്കുകൾ നമ്മൾ കേട്ടാൽ നമുക്കത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി തോന്നും. നമ്മൾ കുട്ടികളെയൊക്കെ വെച്ച് ഒരുപാട് ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് മനസ്സിലാക്കാം, കുട്ടികളെയൊക്കെ വെച്ച് ചെയ്യുന്നതാണ്. അദ്ദേഹം ഫാമിലി ബ്ലോഗ് തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ആമിയെ വെച്ചിട്ട് ചെയ്തിരുന്നു. പക്ഷെ എന്താണ് ഇപ്പോൾ ചെയ്യാത്തത്? അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ് അദ്ദേഹം പറയുന്നത്? നമുക്കത് കേൾക്കാം. മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഫാമിലി വ്ളോഗ് ആകുമ്പോൾ ഞങ്ങളെല്ലാവരും, കാരണം സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതായിരുന്നു ആമി എന്ന് പറഞ്ഞാലും അതേപോലെ തന്നെയായിരുന്നു. അപ്പൊ ഇപ്പം ആ ഒരു ഇതിൽ ഇല്ലാണ്ടാകുമ്പോഴാണ് നമ്മളെല്ലാരും എന്ത് പറ്റി എന്നുള്ളൊരു മൈൻഡിലേക്ക് പോകുന്നത്. അതെ, മോള് പഠിക്കുകയാണ്, LKG-യിലാണ് മോള് ക്ലാസ് ഉണ്ട്. ഞാൻ സ്വാഭാവികമായിട്ടും അന്ന് കുഞ്ഞിലെ മോളെ കൂടെ വീഡിയോസ് ചെയ്യുമ്പോൾ അവളുടെ പെർമിഷൻ ഇല്ലാതെ ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ വലുതായിട്ട് ഞാൻ ഓർക്കാം, ചിലപ്പോൾ അവൾക്കത് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ നാളെ എന്നോട് ചോദിക്കൂലേ, അന്ന് എൻ്റെ കൂടെ എന്നെ വെച്ചിട്ട് അത്രയും വ്ളോഗൊന്നും ചെയ്ത് എനിക്ക് ആയിരുന്നില്ല എന്ന് മോള് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മിസ്റ്റേക്ക് ആയിട്ട് തോന്നും. പിന്നെ മോള് പഠിക്കട്ടെ, പഠനത്തിൽ ഫോക്കസ് ചെയ്യട്ടെ. അവൾ കുറച്ചുകൂടി വലുതായിട്ട് അവൾക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം അവൾ ഇനി വീഡിയോ ഒക്കെ ചെയ്യട്ടെ. ഇപ്പോൾ അവൾ പഠനത്തിൽ ഫോക്കസ് ചെയ്യണം. വളരെ വിലമതിക്കുന്ന വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞ. കുട്ടികളെ കൊണ്ട് വീഡിയോ ചെയ്യുന്നത് ചെറുപ്പത്തിലൊന്നും കുഴപ്പമില്ല, അദ്ദേഹം ചെയ്തിരുന്നു. പക്ഷേ ഇനി വലുതായിട്ട് ചിലപ്പോൾ ആമി തിരിച്ച് ചോദിച്ചാലോ, എന്തിനാണ് എന്നെ വെച്ച് ഇത്രയൊക്കെ വീഡിയോ ചെയ്തത്, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂഷനിലായി പോകുമ്പോൾ നമുക്ക് പ്രശ്നത്തിലായിപ്പോൾ നമുക്ക് തിരിച്ച് യാതൊരുവിധ മറുപടിയും പറയാൻ വേണ്ടി സാധിക്കില്ല. അതിന് പറയുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കുറവുകളെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹം ഈ കുട്ടിയെ കൂട്ടി ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ വലുതായാൽ അത് ആ മക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അത്ര കൂടി കടന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ ഷിഹാബ് എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരുപാട് കടന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് തീർച്ചയായിട്ടും അതിൻ്റേതായ പ്രാധാന്യം ഇന്ന് സമൂഹത്തിൽ ആൾക്കാർ കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും കൊടുക്കുകയും വേണം. അത്രയും നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നമ്മുടെ ഷിഹാബ് എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ
ഞാൻ പറഞ്ഞ പോലെ രണ്ട് തലയും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ എല്ലാ കുറവുകളെയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ടും നമുക്ക് തിരുത്ത് കാണിച്ചു തരികയാണ്. ആ ഒരു തിരുത്ത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക തന്നെ വേണം. ജീവിതത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചൊടിച്ചും അതുപോലെ തന്നെ വിട്ടുപോകുന്ന ആൾക്കാരോട് നമുക്ക് തിരിച്ചു പറയാനുള്ളത്, സന എന്ന് പറയുന്ന കുട്ടിയോടുകൂടിയാണ് ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് പണ്ടത്തേതിലും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും തിരിച്ചു വരികയും നിങ്ങളുടെ ആമിയോടൊപ്പവും അതുപോലെ തന്നെ ഷാബിനൊപ്പമുള്ള ജീവിതം തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സ്വർഗമായി തീരുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടായിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടാനും അതുപോലെ തന്നെ അത് തിരുത്താനും ഈ രണ്ടു പേർക്കും ജീവിതത്തിൽ സാധിക്കുകയും വേണം. കാരണം നിങ്ങൾ ഒന്നിച്ചുള്ള ജീവിതങ്ങൾ, നിങ്ങളുടെ ആ ബ്ലോഗുകളെല്ലാം കാണുന്ന സമയത്ത് അത്രയ്ക്ക് സന്തോഷം തീർച്ചയായിട്ടും ഇത്തരം ആൾക്കാർക്ക് ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തേജനം തന്നെയായിരുന്നു നമ്മുടെ ഷിഹാബിൻ്റെ. തീർച്ചയായിട്ടും കഴിഞ്ഞു പോയ ഒരുപാട് ബ്ലോഗുകൾ കാണുന്ന സമയത്ത് കണ്ണ് നിറഞ്ഞു പോവുക തന്നെ ചെയ്യും. അത്തരം നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് തൗഫീക്ക് നൽകട്ടെ. എന്തെങ്കിലും ചില തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിപ്പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മറന്നു പോകാനും അത് മാറ്റിയിട്ട് നല്ല ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് പടച്ച തമ്പുരാൻ തരാനും ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.